ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ 21 പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ആക്രിക്കായി പൊളിക്കാൻ തുടങ്ങി. പട്ടാമ്പി ഓങ്ങല്ലൂരിലെ ആക്രി വ്യാപാര സ്ഥാപനത്തിലെത്തിച്ച വിമാനം കാണാൻ നിരവധി ആളുകളും ഇവിടേക്ക് എത്തുന്നുണ്ട്. വിമാനം പൂർണ്ണമായും പൊളിക്കുന്നതോടെ രാജ്യത്തെ നടുക്കിയ ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾ കൂടി ദിവസങ്ങൾക്കുള്ളിൽ ഇല്ലാതാകും. 2020 ഓഗസ്റ്റ് 7-നാണ് രാജ്യത്തെ ഞെട്ടിച്ച കോഴിക്കോട് കരിപ്പൂരിൽ വിമാനാപകടം സംഭവിച്ചത്. ദുബായിൽ നിന്നും 184 യാത്രക്കാരുടെ സ്വപ്നങ്ങളുമായി പറന്നിറങ്ങിയ എയർ ഇന്ത്യ എക്സ്പ്രസ് റൺവേയിൽ നിന്നും തെന്നി വീണതും 3ആയി പിളർന്നതും നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു. 6 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. അപകടത്തിൽ മരിച്ചത് 21 പേർ. വിങ്ങുന്ന ഓർമ്മകളുള്ള വിമാനം 5 വർഷത്തിനു ശേഷമാണ് പൊളിക്കാനായി പാലക്കാട് ഓങ്ങല്ലൂരിലെ കാരക്കാട് ആക്രി വ്യാപാര മേഖലയിൽ എത്തിച്ചത്. സത്യത്തിൽ നമ്മളത് ഓർക്കാൻ മടിക്കുന്ന ഒരു വിഷയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ 2020 ഓഗസ്റ്റ് 7-ാം തീയതി നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ ഉണ്ടായ ആ ദുരന്തം, എയർ ഇന്ത്യയിലെ ഈ വിമാനം 3 കഷ്ണമായിട്ട് വേർതിരിഞ്ഞതും 21 പേരോളം മരിച്ചതും നമുക്കറിയാം. നമ്മളതുകൊണ്ട് തന്നെ സംഭവം അത് ഓർക്കാൻ തന്നെ നമ്മൾ മടിക്കുന്നൊരു വിഷയമാണ്. അതിൽ നിന്ന് ലേലം ചെയ്തെടുത്ത അതിൻ്റെ ബോഡി ആണ് ഈ പ്ലെയിനാണ് ഈ നിൽക്കുന്നത് നമ്മുടെ മുന്നിലുള്ളത്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത്, ഈ സാധനം ഇവിടെ വന്നു എന്നറിഞ്ഞപ്പോൾ ഈ വിമാനത്തിലെ പാസഞ്ചറായിട്ടുള്ള ഒരാൾ ഇവിടെ വന്നു. അദ്ദേഹം വിതുമ്പുന്ന ഹൃദയത്തോടു കൂടി ഇവിടെ വരികയും ഇത് കാണുകയും ഞങ്ങളായിട്ട് സംബന്ധിച്ച് പറഞ്ഞു, ഈ വിമാനത്തിൽ ഞാൻ യാത്രക്കാരനായിരുന്നു. ആ അപകടം പറ്റിയ നേരത്തെ എനിക്ക് ബോധം പോയി. പിന്നീട് എനിക്ക് എന്താ നടന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കുറച്ച് ദിവസം 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് ഞാൻ വിധിയിൽ വന്നത്. അപകടം നടന്ന ആ ഒരു സാഹചര്യം അദ്ദേഹത്തോട് വിവരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണും ഭാവവും മുഖവും എല്ലാം വാടുകയാണ്. പിന്നെ അദ്ദേഹത്തോട് കൂടുതൽ അപ്പൊ ഇത് അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ സന്ദർശിക്കാൻ വന്നു. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കാനും നല്ല സൗകര്യം കിട്ടുകയാണല്ലോ. ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളെ കുറിച്ചും മറ്റുള്ള അതിന്റെ മെക്കാനിക്കൽസിനെ കുറിച്ചും അതിന്റെ പാർട്സുകളെ കുറിച്ചെല്ലാം മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കണ്ടമാന ജനങ്ങൾ ഇത് കാണാൻ തന്നെ ഇവിടെ വന്നു പോയിട്ടുണ്ട് ഈ 10 ദിവസത്തിനുള്ളിൽ. ഇതിന്റെ മറ്റുള്ള അവയവങ്ങളെല്ലാം പൊളിച്ചെടുത്തിട്ട് മെറ്റൽ ഓരോ ഐറ്റംസ് മെറ്റലാണ്. ആ മെറ്റലെല്ലാം ഓരോ കമ്പനികൾക്ക് വിടും. പൊളിച്ച് ഐറ്റം തിരിച്ചിട്ട് വിടും. പല ഐറ്റം ഉണ്ട് ഇതിൽ. അതായത് ഇരുമ്പുണ്ട്, അലുമിനിയം ഉണ്ട്, പിന്നെ വയറുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. അതെല്ലാം പ്രധാനം തിരിച്ച് പീസാക്കിയിട്ട് കമ്പനികൾക്ക്, റീസൈക്ലിംഗ് കമ്പനികൾക്ക് കയറ്റി വിടും. അപകടത്തിൽ 150ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ CISF ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരുന്നു. കൊണ്ടുപോകാത്ത കോക്പിറ്റ് ഉൾപ്പെടെയുള്ള ചില യന്ത്രഭാഗങ്ങളും ടയറുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണിപ്പോൾ ഓങ്ങല്ലൂരിലെ കാരക്കാട് എത്തിയത്. 2 മാസം മുൻപാണ് പ്രദേശത്തെ സ്ക്രാപ്പ് വ്യാപാരി ലേലത്തിലൂടെ വിമാനാവശിഷ്ടങ്ങൾ കൈവശപ്പെടുത്തിയത്. കോഴിക്കോട് നിന്ന് ലോറികളിൽ കൊണ്ടുവന്ന വിമാനത്തിന്റെ ഭാഗങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചാണ് ഇറക്കിയത്. വിമാനത്തിന്റെ ഭാഗങ്ങൾ ആക്രിയാക്കുന്നതിന്റെ ഭാഗമായി പൊളിച്ചു തുടങ്ങി. മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്ത ചരിത്രത്തിന്റെ ബാക്കി പത്രം കൂടെ വരും ദിവസങ്ങളിൽ ഓർമ്മയാകും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.